വെൽക്കം ടു +1 അക്കൗണ്ടൻസി ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 3 റെക്കോർഡിംഗ് ഓഫ് എ ട്രാൻസാക്ഷൻ. ഇടപാടുകൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിലാദ്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം അക്കൗണ്ടിംഗ് ഇക്വേഷനെ പറ്റിയാണ്. അക്കൗണ്ടിംഗ് equation. Accounting equation. What is accounting equation? Accounting equation states that the assets of a business are always equal to the total of its liabilities and capital. അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അക്കൗണ്ടിംഗ് ഇക്വേഷൻ states that the assets of a business are always equal to the total of its liabilities and capital. ഇതാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്താണ് പ്രധാനപ്പെട്ട കാര്യം? The assets of a business are always equal to the total of its liabilities and capital. ഒരു സ്ഥാപനത്തിന്റെ അസറ്റ്സിന്റെ മീനിങ് ഒക്കെ നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. പലതരം അസറ്റ്സിനെ പറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ അസറ്റ്സ് എപ്പോഴും ആ സ്ഥാപനത്തിന്റെ ലാബിലിറ്റീസിനും ക്യാപിറ്റലിനും ഈക്വൽ ആയിരിക്കും. ഒരു സ്ഥാപനത്തിന്റെ ടോട്ടൽ ലാബിലിറ്റീസും ക്യാപിറ്റലും എത്ര ആയിരിക്കുമോ അത്ര തന്നെയായിരിക്കും ആ സ്ഥാപനത്തിന്റെ അസറ്റ്സ് എന്നതാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ശ്രദ്ധിക്കുക. The accounting equation reads as follows. എങ്ങനെയാണ് ഈ അക്കൗണ്ടിംഗ് ഇക്വേഷൻ റീഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് സി. ഇതിൽ എ എന്തായിരിക്കും? എ ഈസ് ഈക്വൽ ടു അസറ്റ്സ്, എൽ എസ് liabilities, CO C is equal to capital. നേരത്തെ പറഞ്ഞ ആ മീനിങ് ആണ് ഇവിടെ ഇക്വേഷനിലൂടെ പ്രതിപാദിച്ചിരിക്കുന്നത്. A is equal to L plus C. That is, assets is always equal to total of liabilities and capital of an organization. അടുത്തതായിട്ട് ശ്രദ്ധിക്കുക. ഇതിലെ സി എന്തായിരിക്കും? സി ഈസ് ഈക്വൽ ടു എ മൈനസ് എൽ. ശരിയല്ലേ? ക്യാപിറ്റൽ സമം അസറ്റ്സ് മൈനസ് ലാബിലിറ്റീസ് ആയിരിക്കും. ഇനി എൽ എന്തായിരിക്കും? ലാബിലിറ്റീസ് സമം അസറ്റ്സ് മൈനസ് capital.
എ മൈനസ് സി ആയിരിക്കും. L is equal to A minus C and A minus L minus C is equal to 0. ഇതൊക്കെയാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്. A is equal to L plus C. വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഈസ് ഓൾസോ കോൾഡ് ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ. വാട്ട് ഈസ് ദി അനദർ നെയിം ഓഫ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ? അക്കൗണ്ട് ഇക്വേഷന്റെ മറ്റൊരു പേരെന്താണ്? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്ന് അക്കൗണ്ടിംഗ് ഇക്വേഷനെ വിശേഷിപ്പിക്കാം. അപ്പോൾ അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒരു സ്ഥാപനത്തിന്റെ ആസ്തികൾ ആ സ്ഥാപനത്തിന്റെ ബാധ്യതകൾക്കും മൂലധനത്തിനും തുല്യമായിരിക്കും. ഒരു സ്ഥാപനത്തിന്റെ അസെറ്റ്സ് അതിന്റെ വാല്യൂ എത്രയാണോ അത് ഏതിന് ഈക്വലായിരിക്കും? ആ സ്ഥാപനത്തിന്റെ ലാബിലിറ്റീസിനും ക്യാപിറ്റലിനും ഈക്വൽ ആയിരിക്കും എന്നത് പ്രതിപാദിക്കുന്നതാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അക്കൗണ്ടിംഗ് ഇക്വേഷന്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കി. എന്താണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്ന് മനസ്സിലാക്കി. A is equal to L plus C. ഇതിലെ ഓരോ ഘടകങ്ങൾ, സി എന്താണ്, എൽ എന്താണ്, അതെങ്ങനെ ലഭിക്കും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒരു ചോദ്യം ശ്രദ്ധിക്കുക. അക്കൗണ്ടിംഗ് ഇക്വേഷൻ എങ്ങനെ പ്രൂവ് ചെയ്യാം എന്നുള്ള ചോദ്യമാണിത്. ശ്രദ്ധിക്കുക. സന്തോഷ് സ്റ്റാർട്ടഡ് എ ബിസിനസ് ആസ് എ റീറ്റെയിലർ. പ്രിപ്പയർ ദി ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ. ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ഇക്വേഷൻ ഫ്രം ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ. താഴെ പറയുന്ന ഇടപാടുകളിലെ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ അഥവാ അക്കൗണ്ട് ഇക്വേഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണിത്. ഒന്നാമത്തത് എന്താണ്? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹20,000 into the ബിസിനസ്. വ്യാപാര സ്ഥാപനം 20,000 രൂപയോടുകൂടി തുടങ്ങിയതാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക? സ്ഥാപനത്തിൽ 20,000 രൂപ നിക്ഷേപിക്കുന്നു. അങ്ങനെ നിക്ഷേപിക്കുന്ന തുകയ്ക്കാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉടമ 20,000 രൂപ കേഷായിട്ടാണ് സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്നത്. സ്ഥാപനത്തിലേക്ക് കേഷ് വരുന്നു, സ്ഥാപനത്തിന്റെ ക്യാപിറ്റൽ കൂടുന്നു. എങ്ങനെയാണ് ഇത് അക്കൗണ്ടിംഗ് ഇക്വേഷനിൽ നമ്മൾ കാണിക്കുന്നത് എന്ന് നോക്കാം. അക്കൗണ്ട് ഇക്വേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, കുറച്ച് വലിയ കോളം ട്രാൻസാക്ഷൻസ് എഴുതാൻ വേണ്ടി അക്കൗണ്ട് ഇക്വേഷൻ എന്താണ്? അസെറ്റ്സ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇതേപോലെ വരച്ചിട്ട് എഴുതുന്നു. അസറ്റ്സിന്റെ ഈ വലുപ്പം എന്ന് പറയുന്നത് ആകെ ഇടപാടുകൾ നോക്കിയിട്ട് എത്ര അസറ്റ്സ് വരുന്നുണ്ട് എന്ന് നോക്കിയാൽ അതിന്റെ വലുപ്പം മനസ്സിലാകും. അസറ്റ്സിന് പ്രൊവൈഡ് ചെയ്യേണ്ട കോളം മനസ്സിലായില്ലേ? ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഒന്നാമത്തെ ഇടപാട് അഥവാ ട്രാൻസാക്ഷൻ എന്താണ്? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അപ്പോൾ ആ കാര്യം ഇവിടെ എഴുതുന്നു. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ട്രാൻസാക്ഷൻ എഴുതി കഴിഞ്ഞിരിക്കുന്നു. ഇതിലുണ്ട്, ചോദ്യത്തിലുണ്ട്. ഒന്നാമത്തെ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹20,000 into the ബിസിനസ്.
20,000 രൂപയാണ് വ്യാപാരത്തിൽ നിക്ഷേപിച്ചത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. 20,000 രൂപയുമായി വ്യാപാരത്തിലേക്ക് വരുമ്പോൾ അഥവാ വ്യാപാരത്തിൽ നിക്ഷേപിക്കുമ്പോൾ വ്യാപാരത്തിൽ ക്യാഷ് വരുന്നു, അസറ്റ്സ് ആണ് ക്യാഷ്. അപ്പോൾ നമ്മൾ ഇവിടെ ക്യാഷ് എന്ന് എഴുതുന്നു. 20,000 20,000. മനസ്സിലായല്ലോ? വ്യാപാരത്തിൽ നിക്ഷേപിക്കുന്ന ആ തുകയ്ക്ക് ക്യാപിറ്റൽ എന്ന് പറയും. ക്യാപിറ്റൽ ഇവിടെയുണ്ട്, പ്രത്യേകമായിട്ട് ഇനി എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്യാപിറ്റലിന് തൊട്ടു താഴെയും 20,000 എന്ന് കാണിക്കുന്നു. നമ്മൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ അക്കൗണ്ടിംഗ് ഇക്വേഷനിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അക്കൗണ്ട് ഇക്വേഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെക്കോർഡിംഗ് കഴിഞ്ഞു. 20,000 സമം 20,000. ഈ അക്കൗണ്ട് ഇക്വേഷൻ എപ്പോഴും തുല്യമായിരിക്കും. ഇനി ഇതിന്റെ കൂടെ രണ്ടാമത്തെ ഇടപാട് നമുക്ക് കാണിക്കേണ്ടതുണ്ട്. 2. അതെന്താണെന്ന് പരിശോധിക്കാം. സെക്കൻഡ്, ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ഇപ്പോഴേ എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ ക്വസ്റ്റ്യൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷൻ നോക്കി ചോദ്യം എഴുതാൻ വേണ്ടി കഴിയും. ഇവിടെ ചെയ്യുന്നത് ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. സെക്കൻഡ്, ക്യാഷ് പർച്ചേസസ് മെയ്ഡ് ഫോർ ₹5,000. 5,000 രൂപയുടെ ക്യാഷ് പർച്ചേസസ് നടത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 5,000 രൂപ നൽകി ചരക്കുകൾ വാങ്ങിയിരിക്കുന്നു. അപ്പോൾ 5,000 രൂപ പോയി, ക്യാഷ് സ്ഥാപനത്തിൽ നിന്ന് പോയി. സ്ഥാപനത്തിലേക്ക് സ്റ്റോക്ക് എന്ന അസറ്റ് വന്നു. സ്റ്റോക്ക് വന്നു. അതാണ് അതിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ക്യാഷ് 5,000 രൂപ കുറഞ്ഞു, 20,000 രൂപ സ്ഥാപനത്തിന്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ ഇടപാട് നടക്കുമ്പോൾ 5,000 രൂപയുടെ പർച്ചേസസ് നടത്തിയാലും 20,000 ഉണ്ടാകുമോ? ഇല്ല. ക്യാഷ് 5,000 രൂപ കുറഞ്ഞു. ഇനി 15,000 മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ 5,000ന്റെ സ്റ്റോക്ക് സ്ഥാപനത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു അസറ്റാണ്, വിൽക്കാൻ വേണ്ടി കാത്തുകിടക്കുന്ന വസ്തുക്കളെയാണ് സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒന്നാമത്തെ അധ്യായത്തിൽ. അപ്പോ ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് പരിശോധിക്കാം. ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഇടപാട് എന്താണ്? രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ക്യാഷ് പർച്ചേസസ്. പണം കൊടുത്തു ചരക്കുകൾ വാങ്ങി. ക്യാഷ് പർച്ചേസസ്. 5,000 രൂപ കൊടുത്തു ചരക്കുകൾ വാങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ അസറ്റ്സിൽ ക്യാഷ് മാത്രമല്ല ഉള്ളത്. ഈ ഫിഗേഴ്സ് എഴുതാനുള്ള സ്ഥലം ഒഴിച്ചിട്ട് കുറച്ച് ഇപ്പുറത്തായി പ്ലസ് ഇടുന്നു. സ്റ്റോക്ക് എന്ന് എഴുതുന്നു. സ്റ്റോക്ക്. ക്യാഷ് പർച്ചേസസ് 5,000 രൂപ നൽകിയിട്ടാണ് ചരക്കുകൾ വാങ്ങിയത്. അപ്പോൾ 5,000 രൂപ ക്യാഷ് കുറഞ്ഞു. ക്യാഷ് കുറഞ്ഞത് നമുക്കിങ്ങനെ -5,000 എന്ന് കാണിക്കാൻ വേണ്ടി കഴിയില്ലേ? വളരെ ലളിതമാണ്. 5,000 രൂപ കൊടുത്തു ചരക്കുകൾ വാങ്ങിയപ്പോൾ സ്റ്റോക്ക് വന്നു. 5,000 രൂപയുടെ സ്റ്റോക്ക് എന്ന അസറ്റ് വന്നു. 2 ഇടപാടുകൾ ഇതേപോലെ നമ്മൾ അക്കൗണ്ടിംഗ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഇത് രണ്ടും ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ കോളത്തിൽ മാത്രം നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നു. ഒരു ന്യൂ ഇക്വേഷൻ ഇവിടെ ലഭിക്കും. ന്യൂ ഇക്വേഷൻ 20,000 മൈനസ് 5,000 എത്ര ഉണ്ടാവും? 15,000 പ്ലസ്, ഇവിടെ പ്ലസ് എന്നുണ്ടല്ലോ,
5,000 ഈസ് ഈക്വൽ ടു, ഇവിടെ ലാബിലിറ്റീസ് ഇല്ല, 0 പ്ലസ് 20,000. അപ്പോൾ അസറ്റിന്റെ ടോട്ടൽ എത്രയാണ്? 15,000 പ്ലസ് 5,000 20,000 സമം 20,000. ന്യൂ ഇക്വേഷൻ ഈക്വൽ ആയിരിക്കുന്നു, അക്കൗണ്ട് ഇക്വേഷൻ. ഇനി അടുത്ത മൂന്നാമത്തെ ഇക്വേഷനാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ശ്രദ്ധിക്കുക. ബോട്ട് ഗുഡ്സ് ഫ്രം രാജു ₹5,000. രാജുവിന്റെ കയ്യിൽ നിന്ന് 5,000 രൂപയുടെ ചരക്കുകൾ വാങ്ങിയിരിക്കുന്നു. ഇവിടെ ഒരു വ്യക്തിയുടെ പേരുണ്ട്, രാജു. ഇതിന്റെ കൂടെ ഫോർ ക്യാഷ് എന്നില്ല. അപ്പോൾ ഇതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കടമായിട്ടാണ് വാങ്ങിയത്. കടമായിട്ട് വാങ്ങിയാൽ പൈസ കുറയുമോ? ഇല്ല. പക്ഷേ ക്രെഡിറ്റേഴ്സ് ഉണ്ടാകും. നാളെ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതായിട്ടുള്ള ലാബിലിറ്റിയാണ് ക്രെഡിറ്റേഴ്സ്. അതുണ്ടാവും. 5,000 രൂപയുടെ ചരക്കുകൾ വാങ്ങിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് കൂടും. 5,000 രൂപയുടെ സ്റ്റോക്ക് കൂടും. 5,000 രൂപ ക്രെഡിറ്റേഴ്സ് എന്ന ലാബിലിറ്റി വർദ്ധിക്കും. അതാണ് ഈ ഇടപാടിന്റെ രണ്ട് ഇഫക്റ്റ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? 5,000 രൂപ സ്റ്റോക്ക് വർദ്ധിക്കും. അതേപോലെ തന്നെ 5,000 രൂപയുടെ ക്രെഡിറ്റേഴ്സ് വർദ്ധിക്കുന്നു. ഇതാണ് ഈ ഇടപാടിന്റെ ഇഫക്റ്റ്. ശ്രദ്ധിക്കുക. പർച്ചേസ്ഡ് ഗുഡ്സ്, ബോട്ട് എന്ന് പറഞ്ഞാൽ പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്, ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. അതാണ് മൂന്നാമത്തെ ഇടപാട്. കടമായിട്ട് ചരക്കുകൾ വാങ്ങിയിരിക്കുന്നു. ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഇടപാട് ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, കടമായിട്ട് ചരക്കുകൾ വാങ്ങിയിരിക്കുന്നു. എത്ര രൂപയുടെ? 5,000. കടമായിട്ടും പൈസ കൊടുത്ത് എങ്ങനെ വാങ്ങിയാലും സ്റ്റോക്ക് കൂടുന്നതായിരിക്കും. സ്റ്റോക്കിന് താഴെ 5,000. ഇവിടെ ഒരു ലാബിലിറ്റി ഉണ്ടാകുന്നു. ആ ലാബിലിറ്റിയുടെ പേരെന്താണ്? ക്രെഡിറ്റേഴ്സ് എന്നാണ്. നാളെ നിർബന്ധമായിട്ടും അയാൾക്ക് പൈസ കൊടുക്കണം, അല്ലേ? 2-3 മാസം കൊണ്ട് പൈസ കൊടുത്ത് തീർക്കേണ്ടതാണ്. കടമായിട്ടാണ് വാങ്ങിയത്. രാജു ഈസ് എ ക്രെഡിറ്റർ. അപ്പോൾ 5,000 രൂപ ക്രെഡിറ്റേഴ്സ് വർദ്ധിക്കുന്നു. ഈ രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ന്യൂ ഇക്വേഷൻ ലഭിക്കുന്നതായിരിക്കും. ന്യൂ ഇക്വേഷൻ 15,000 പ്ലസ് 5,000 പ്ലസ് 5,000 10,000 is equal to 5,000 plus 20,000. അപ്പോൾ ന്യൂ ഇക്വേഷൻ നോക്കി. 25,000 ഈസ് ഈക്വൽ ടു, ഇവിടെ ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലും എത്ര തന്നെയാണ്? 25,000 ഈക്വൽ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നാലാമത്തെ ഇക്വേഷൻ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇടപാട് എന്താണെന്ന് പരിശോധിക്കാം. ഫോർത്ത് ശ്രദ്ധിക്കുക. റിസീവ്ഡ് കമ്മീഷൻ ₹500. 500 രൂപ കമ്മീഷൻ സ്വീകരിച്ചതാണ്. അപ്പോൾ ക്യാഷ് 500 രൂപ കൂടും. കമ്മീഷൻ സ്വീകരിക്കുമ്പോൾ ക്യാഷായിട്ടാണ് സ്വീകരിക്കുക. അപ്പോൾ ഇതിനെ ഇഫക്റ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ക്യാഷ് വർദ്ധിക്കും, മറ്റൊന്ന് ക്യാപിറ്റൽ വർദ്ധിക്കും. വരുമാനമുണ്ടാകുമ്പോൾ ക്യാപിറ്റൽ വർദ്ധിക്കും, ചിലവാണെങ്കിൽ ക്യാപിറ്റൽ കുറയും. വരുമാനം സ്വീകരിക്കുമ്പോൾ ക്യാഷ് കൂടും, ചിലവുകൾ സംഭവിക്കുമ്പോൾ ക്യാഷ് കുറയും. റിസീവ്ഡ് കമ്മീഷൻ ₹500 ഇഫക്റ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ക്യാഷും മറ്റൊന്ന് ക്യാപിറ്റലും. ക്യാഷ് കൂടും, ക്യാപിറ്റൽ കൂടും.
നാലാമത്തെ ട്രാൻസാക്ഷൻ എന്താണ്? റിസീവ്ഡ് കമ്മീഷൻ. റിസീവ്ഡ് കമ്മീഷൻ, കമ്മീഷൻ സ്വീകരിച്ചതാണ് 500 രൂപ. 500 രൂപ ക്യാഷ് കോഡും 500 രൂപ ക്യാപിറ്റൽ കോഡും. ഇത് കഴിഞ്ഞാൽ ന്യൂ ഇക്വേഷൻ. 15,500 പ്ലസ് 10,000 ഈസ് ഈക്വൽ ടു 5,000 പ്ലസ് 20,000 പ്ലസ് 500, 20,500. 25,500 ഇവിടെ ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ഉണ്ട്. ഇവിടെ അസറ്റ്സും 25,500. അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ശരിയാണ്. ഇനി നമുക്ക് അഞ്ചാമത്തെ ഇടപാട് എന്താണെന്ന് പരിശോധിക്കാം. ശ്രദ്ധിക്കുക. പെയ്ഡ് വേജസ് ₹300. വേജസ് നൽകിയതാണ്, ക്യാഷ് കുറയും അല്ലേ? അതേപോലെ തന്നെ അതിനെ ഇഫക്റ്റ് ചെയ്യുന്നത് ക്യാപിറ്റലാണ്, ചിലവായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ കുറയും. ഇതിന് രണ്ട് ഇഫക്റ്റ് എന്തൊക്കെയാണ്? ക്യാഷ് കുറയും, അതേപോലെ തന്നെ ക്യാപിറ്റൽ കുറയും. ഇതാണ് ഇതിന്റെ രണ്ട് ഇഫക്റ്റ്. നമുക്ക് എളുപ്പം മനസ്സിലായതുകൊണ്ട് വേഗം അത് എഴുതാം. പെയ്ഡ് വേജസ്, ഇടപാട് എന്താണ്? പെയ്ഡ് വേജസ്. ക്യാഷ് കുറയും, ക്യാപിറ്റൽ കുറയും. 300 രൂപയാണ്. -300, ഇവിടെ -300. ശ്രദ്ധിക്കുക. ന്യൂ ഇക്വേഷൻ. 15,500 മൈനസ് 300, 15,200 പ്ലസ് 10,000 സമം 5,000 പ്ലസ് 20,500 മൈനസ് 300, 20,200, 20,200. അപ്പോൾ 25,200 സമം, ഇവിടെ അസറ്റ് എത്രയാണ്? 15,200 പ്ലസ് 10,000, 25,200 തുല്യമാണ്. അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇനി നമുക്ക് ആറാമത്തെ ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. 6. സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് ₹4,000 for ₹3,500. 4,000 രൂപ ചിലവുള്ള ചരക്കുകൾ നമ്മൾ വാങ്ങുമ്പോൾ അതിന്റെ ചെലവ് 4,000 ആണ്. അതാണ് കോസ്റ്റിംഗ് ₹4,000. അത് വിറ്റത് എത്രക്കാണ്? 3,500 രൂപയ്ക്ക്. അപ്പോ ആ വിൽപ്പന ലാഭത്തിനാണോ നഷ്ടത്തിനാണോ? ശരിയാണ്, നഷ്ടത്തിനാണ്. 4,000 രൂപ ചെലവ് വന്ന ചരക്കുകളാണ് 3,500 രൂപയ്ക്ക് വിൽക്കുന്നത്. അപ്പോൾ നഷ്ടം 500 രൂപയുണ്ട്. എളുപ്പം മനസ്സിലാകും. 4,000 രൂപയുടെ ചരക്കുകൾ 3,500 രൂപയ്ക്ക് വിറ്റാൽ 500 രൂപ ലോസ് ആണ്. അപ്പോൾ ഇവിടെ ചരക്കുകൾ വിറ്റത് 4,000. അപ്പോൾ 3,500 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ആണ് ക്യാഷ് സ്ഥാപനത്തിന് ലഭിക്കുക? 3,500 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. സ്റ്റോക്ക് എത്ര കുറയും? സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വിൽപ്പനയ്ക്ക് വേണ്ടി കാത്തുകിടക്കുന്ന വസ്തുക്കളാണ്. 4,000 രൂപയുടെ അത്തരം വസ്തുക്കൾ വിറ്റു. അപ്പോൾ സ്റ്റോക്ക് 4,000 രൂപയുടേത് കുറയും. -4,000 സ്റ്റോക്കിലുണ്ടാകും. അപ്പോൾ 3,500 രൂപ ക്യാഷ് ലഭിക്കും. 4,000 രൂപയുടെ സ്റ്റോക്ക് കുറയും. 500 രൂപ ലോസ് ആണ്. അത് കാണിക്കുക ക്യാപിറ്റലിലാണ്. ക്യാപിറ്റലിൽ -500 എന്ന് കാണിച്ചാൽ അത് ലോസ് ആണ്. പ്രോഫിറ്റ് ആണെങ്കിൽ 500 അങ്ങനെയാണ് കാണിക്കുക. അപ്പോൾ
ഇത് 3 ഇഫക്റ്റ് ഉണ്ടാക്കുന്നു. 3500 രൂപ സ്ഥാപനത്തിന്റെ കയ്യിലേക്ക് വരുന്നു. ക്യാഷ് 3500 രൂപ വർദ്ധിക്കുന്നു. 4000 രൂപയുടെ സ്റ്റോക്ക് കുറയുന്നു. 500 രൂപ ലോസ് ഉണ്ട്. അത് ക്യാപിറ്റലിൽ മൈനസ് ചെയ്തു കാണിക്കുന്നു. ഇതാണ് ഇതിന്റെ ഇഫക്റ്റ്. അപ്പോൾ ട്രാൻസാക്ഷൻ എന്താണ്? സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് ₹4,000. സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് ₹4,000. കോസ്റ്റിംഗ് ₹4,000 for ₹3,500. അപ്പോൾ സ്ഥാപനത്തിലേക്ക് വിറ്റത് 3500 രൂപയ്ക്കായതുകൊണ്ട് ക്യാഷ് 3500 രൂപ സ്ഥാപനത്തിലേക്ക് വരുന്നു. 4000 രൂപയുടെ ചരക്കുകൾ വിറ്റത് കൊണ്ട് സ്റ്റോക്ക് 4000 രൂപ കുറയുന്നു. മൈനസ് 4000. 4000 രൂപയുടെ ചരക്കുകൾ 3500 രൂപയ്ക്ക് വിറ്റാൽ അവിടെ 500 രൂപ ലോസ് ഉണ്ടായിരിക്കും. അതെവിടെ കാണിക്കുന്നു? ക്യാപിറ്റലിനടിയിൽ മൈനസ് 500 എന്ന് കാണിക്കുന്നു. -500 എന്ന് കാണിക്കുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ കാണിച്ചു കഴിഞ്ഞു. 4000ന്റെ സ്റ്റോക്ക് 3500 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 3500 രൂപ ക്യാഷ് സ്ഥാപനത്തിലേക്ക് വരുന്നു. 4000 രൂപയുടെ സ്റ്റോക്ക് കുറയുന്നു. അപ്പോൾ സംഭവിക്കുന്നത് 500 രൂപ ലോസ് ആണ്. അത് ക്യാപിറ്റലിൽ നമ്മൾ -500 എന്ന് കാണിച്ചു. ന്യൂ ഇക്വേഷൻ ഇപ്പോൾ ശ്രദ്ധിക്കുക. 15,200 പ്ലസ് 3,500 18,700. ക്യാഷ് 18,700 വർദ്ധിച്ചു. പ്ലസ് സ്റ്റോക്കോ 10,000 മൈനസ് 4,000 6,000 കുറഞ്ഞു. ഈസ് ഈക്വൽ ടു ക്രെഡിറ്റേഴ്സിന് മാറ്റമില്ല 5,000 പ്ലസ് എന്താണ് 20,200 മൈനസ് 500 19,700. അപ്പോൾ 24,700 സമം അസെറ്റ്സില് 18,700 പ്ലസ് 6,000 24,700. നമുക്ക് ന്യൂ ഇക്വേഷൻ കൃത്യമായി ലഭിച്ചിരിക്കുന്നു. ഇനി 7ാമത്തെ ഇടപാട് നമുക്ക് പരിശോധിക്കാം. സെറ്റിൽഡ് രാജൂസ് ഡ്യൂസ്. രാജുവിന്റെ ഡ്യൂസ് ഈ 7ാമത്തെ അവസരത്തിൽ സെറ്റിൽ ചെയ്തു, കൊടുത്തു തീർത്തു. അപ്പോൾ ഇതിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രാജുവിന് കൊടുക്കാനുള്ള പൈസ എത്രയായിരുന്നുവോ അത് ക്രെഡിറ്റേഴ്സിൽ ഉണ്ടാവും. ആ പൈസ കൊടുത്തു തീർക്കുന്നത് കൊണ്ട് ക്യാഷ് അത്രയും രൂപ കുറയും, ക്രെഡിറ്റേഴ്സ് അത്രയും രൂപ കുറയും. ഇതാണ് ഇതിന്റെ ഇഫക്റ്റ്. രാജുവിന്റെ കയ്യിൽ നിന്നായിരുന്നല്ലോ നമ്മൾ വാങ്ങിയത് കടമായിട്ട്. ഇത് 3ാമത്തെ ഇടപാട്. ബോട്ട് ഗുഡ്സ് ഫ്രം രാജു ₹5,000. 5,000 രൂപയുടെ ചരക്കുകൾ കടമായിട്ട് വാങ്ങിയിട്ടുണ്ട്. അയാൾക്ക് ഈ അവസരത്തിൽ അയാളുടെ ക്ലെയിം സെറ്റിൽ ചെയ്യുന്നു, പൈസ കൊടുത്തു തീർക്കുന്നു. അപ്പോൾ ക്യാഷ് കുറയും, ക്രെഡിറ്റേഴ്സ് കുറയും. അയാൾക്ക് കൊടുക്കാനുള്ള പൈസ എത്രയാണ്? 5,000 രൂപയാണ്. അത് ക്രെഡിറ്റേഴ്സിലും ഉണ്ടായിരിക്കും. ക്രെഡിറ്റേഴ്സിൽ ഇവിടെ കാണുന്നില്ലേ 5,000. 7ാമത്തെ ഇടപാട് ശ്രദ്ധിക്കുക. സെറ്റിൽഡ് രാജൂസ് ഡ്യൂസ്. 5,000 രൂപ
അയാൾക്ക് നൽകേണ്ടതുണ്ട്. ക്യാഷ് എന്തു ചെയ്യുന്നു? -5,000. ക്യാഷ് 5000 രൂപ കുറയും. ക്രെഡിറ്റേഴ്സ്, അയാൾക്ക് കൊടുക്കാനുള്ള തുക ക്രെഡിറ്റേഴ്സിലാണുള്ളത്, അവിടെ -5,000. അതാണ് സെറ്റിൽഡ് രാജൂസ് ഡ്യൂസ് എന്ന ഇടപാടിന്റെ 2 ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ന്യൂ ഇക്വേഷൻ ലഭിക്കുന്നതായിരിക്കും. ശ്രദ്ധിക്കുക, ന്യൂ ഇക്വേഷൻ എത്ര ഉണ്ടായിരിക്കും? 18,700 -5,000, 13,700 പ്ലസ് ഇവിടെ ഒരു മാറ്റവും ഇല്ല 6,000 ഈസ് ഈക്വൽ ടു 0. 5,000 -5,000 സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. 0 പ്ലസ് 19,700. 19,700 സമം 13,700 പ്ലസ് 6,000, 19,700. അക്കൗണ്ട് ഇക്വേഷൻ സെയിം ആയിരിക്കുന്നു, ഈക്വൽ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്ത ഇടപാട് നമുക്ക് ശ്രദ്ധിക്കാം. 8ാമത്തെ ഇടപാട് ശ്രദ്ധിക്കുക. 8, ബ്രോട്ട് അഡീഷണൽ ക്യാപിറ്റൽ, വീണ്ടും ക്യാപിറ്റൽ കൊണ്ടുവന്നതാണ്. അപ്പോഴെന്താണ്? ക്യാഷ് കൂടും, അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ കൂടുന്നതായിരിക്കും. ഇതാണ് ഇതിന്റെ 2 ഇഫക്റ്റ്. ക്യാഷിൽ 5000 രൂപ കൂടും, അതോടൊപ്പം തന്നെ ക്യാപിറ്റലിൽ 5000 രൂപ കൂടും. നമുക്ക് അത് അക്കൗണ്ട് ഇക്വേഷനിലേക്ക് എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. 8ാമത്തെ ഇടപാടാണ്. ബ്രോട്ട് അഡീഷണൽ ക്യാപിറ്റൽ. എത്ര രൂപയാണ്? 5,000. ക്യാഷിൽ 5,000 കൂടും, ക്യാപിറ്റലിൽ 5,000 കൂടും. അതാണ് ഇതിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ന്യൂ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ന്യൂ ഇക്വേഷൻ 13,700 പ്ലസ് 5,000, ക്യാഷ് 18,700 വർദ്ധിക്കുന്നു. 18,700 പ്ലസ് സ്റ്റോക്കിന് മാറ്റമൊന്നുമില്ല 6,000 ഈസ് ഈക്വൽ ടു 0. ക്രെഡിറ്റേഴ്സ് കൊടുത്ത് തീർത്തതാണല്ലോ, നമുക്ക് ഇവിടെ 0 കിട്ടിയിരിക്കുന്നു. ഇനി ക്യാപിറ്റൽ എത്രയായി മാറും? 19,700 നിലവിലുണ്ടായിരുന്നത്. അഡീഷണൽ ക്യാപിറ്റൽ 5,000 രൂപ കൂടെ വന്നിരിക്കുന്നു. അപ്പോൾ 19,700 പ്ലസ് 5,000 24,700, 24,700. അപ്പോൾ ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ 24,700 ആണുള്ളത്. ഈസ് ഈക്വൽ ടു അസെറ്റ്സ് 18,700 പ്ലസ് 6,000, 24,700. ഫൈനൽ ആൻസർ ലഭിച്ചിരിക്കുന്നു. 8 ഇടപാടുകളും നമ്മൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ആൻസർ ഫൈനലിൽ എത്തിക്കഴിഞ്ഞാൽ ഡബിൾ അണ്ടർലൈൻ നൽകുന്നു. ഇതോടെ നമ്മൾ അക്കൗണ്ട് ഇക്വേഷൻ ശരിയാണെന്ന് ഈ പ്രോബ്ലത്തിൽ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ കൊമേഴ്സ് പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കറുപ്പിൽ അല്ല കാണിക്കുക, ചുവപ്പിലായിരിക്കും. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്യുക. നന്ദി.